ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷൻ്റെ അകത്ത് മെമ്മറി ഹൈറാർക്കി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഈ മെമ്മറി ഹൈറാർക്കിൻ്റെ അകത്ത് നമ്മൾ രജിസ്റ്ററിനെ കുറിച്ച് നോക്കും, ക്യാഷിനെ കുറിച്ച് നോക്കും, മെയിൻ മെമ്മറീനെ കുറിച്ച് നോക്കും, പിന്നെ സെക്കൻഡറി മെമ്മറീനെ കുറിച്ച് നോക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മറി ഹൈറാർക്കിയുടെ ഫിഗർ. ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ പ്രൊസസ്സർ എന്ന് പറഞ്ഞ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് രജിസ്റ്ററും ക്യാഷും ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ക്യാഷസ് ഉണ്ട്. പിന്നെ ഈ പ്രൊസസ്സറിൻ്റെ പുറത്തായിട്ട് നമുക്ക് മെയിൻ മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ഉണ്ട്. ഇത് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് രജിസ്റ്റർ എന്താണെന്ന് നോക്കാം. രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഫോം ഓഫ് മെമ്മറി ലൊക്കേറ്റഡ് വിത്തിൻ ദ CPU ആൻഡ് ഡിസൈൻ ടു ഹോൾഡ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ദി CPU ഈസ് ആക്റ്റീവ്ലി വർക്കിംഗ് ഓൺ അറ്റ് എനി ഗീവൺ മൂമെൻറ്റ്. അപ്പം രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഫോം ഓഫ് മെമ്മറിയാണ്. അതായത് നമ്മൾ ഈ ഫിഗറിൽ നോക്കി അറിയാൻ പറ്റും, നമുക്ക് ഇൻക്രീസിങ് സ്പീഡ്, ഇൻക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ്, ഇൻക്രീസിങ് സൈസ്, ഈ ആരോസ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇൻക്രീസിങ് സൈസ് നമുക്ക് നോക്കി അറിയാൻ പറ്റും. രജിസ്റ്ററിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം രജിസ്റ്ററിൻ്റെ സൈസ് ഭയങ്കര കുറവാണ്, പക്ഷേ സെക്കൻഡറി മെമ്മറിയുടെ സൈസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ നമ്മൾ ഇൻക്രീസിങ് സ്പീഡ് കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡറി മെമ്മറിയിൽ നമ്മുടെ സ്പീഡ് ഭയങ്കര കുറവാണ്, പക്ഷേ രജിസ്റ്ററിൽ നമ്മുടെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈസ് കൂടുന്തോറും സ്പീഡ് കുറയും. സെക്കൻഡറി മെമ്മറിയുടെ സൈസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡാറ്റാസ് ആക്സസ് ചെയ്യാനുള്ള സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. പക്ഷേ രജിസ്റ്ററിൻ്റെ സൈസ് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഫാസ്റ്റസ്റ്റ് ഫോം ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് ലൊക്കേറ്റഡ് വിത്തിൻ ദ CPU പ്രൊസസ്സറിൻ്റെ അകത്താണ് നമ്മൾ രജിസ്റ്റർ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ടു ഹോൾഡ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ, യൂഷ്വലി KB ഫോർമാറ്റിലുള്ള ഡാറ്റാസാണ് നമ്മുടെ ഈ ഒരു രജിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മൾ ഇൻക്രീസിങ് സൈസിൽ പറഞ്ഞു രജിസ്റ്ററിനാണ് സ്മോളസ്റ്റ് സൈസ്. ദാറ്റ് ദി CPU ഈസ് ആക്റ്റീവ്ലി വർക്കിംഗ് ഓൺ അറ്റ് എനി ഗീവൺ മൂമെൻറ്റ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സാധനം, പെർട്ടിക്കുലർ സാധനം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ രജിസ്റ്ററിലായിരിക്കും. പിന്നെ ഈ ഒരു ഫിഗറിൽ ഇൻക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് നമുക്ക് വാങ്ങിക്കാൻ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള മെയിൻ മെമ്മറി, ക്യാഷ്, ഇതൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതാണ് ഇവിടെ ഇൻക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് ക്യാഷ് എന്താണെന്ന് നോക്കാം. ക്യാഷ് ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ദി മെയിൻ മെമ്മറി ബട്ട് സ്മോളർ, സ്റ്റോർസ് കോപ്പീസ് ഓഫ് ഫ്രീക്വൻലി ആക്സസ്ഡ് ഡാറ്റ ആൻഡ് ദി ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെയിൻ മെമ്മറി. ഫാസ്റ്റർ ദാൻ ദി മെയിൻ മെമ്മറി, അത് നമുക്ക് ഫിഗറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ മെയിൻ മെമ്മറീനെ കാട്ടി സ്പീഡ് കൂടുതലാണ് നമ്മുടെ ക്യാഷിന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയും. അതുകൊണ്ട് നമ്മുടെ ക്യാഷിനാണ് കൂടുതൽ സ്പീഡ്, മെയിൻ മെമ്മറീനെ കാട്ടി കൂടുതൽ സ്പീഡ്. സ്റ്റോർസ് കോപ്പീസ് ഓഫ് ഫ്രീക്വൻലി ആക്സസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെയിൻ മെമ്മറി. നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഉള്ള ഡാറ്റാസിൻ്റെ അകത്ത് നമ്മൾ ഫ്രീക്വൻലി ആക്സസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ക്യാഷിൻ്റെ അകത്താണ്. അതിനാണ് നമ്മൾ ക്യാഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹാസ് 2 ലെവൽസ്. ക്യാഷിന് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പ്രൈമറി ക്യാഷും സെക്കൻഡറി ക്യാഷും. പ്രൈമറി ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ആൻഡ് സ്മോളർ ടൈപ്പ് ഓഫ് ക്യാഷ്. അതാണ് നമ്മുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റും സ്മോളറും ആയിട്ടുള്ള ക്യാഷ്. അതുപോലെ സെക്കൻഡറി ക്യാഷ് ലാർജർ ദാൻ ദി L1 ബട്ട് സ്മോളർ. അതായത് നമ്മുടെ പ്രൈമറി ക്യാഷിനെക്കാട്ടി ലാർജറാണ്, പക്ഷേ നമ്മൾ ബാക്കിയുള്ള മെമ്മറീസ്, മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ, അതായത് പ്രൈമറി ക്യാഷിനെക്കാട്ടി വലുതാണ് നമ്മുടെ സെക്കൻഡറി ക്യാഷ്, പക്ഷേ നമ്മൾ മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സെക്കൻഡറി ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്യാഷ്. ഇനി നമുക്ക് മെയിൻ മെമ്മറി എന്താണെന്ന് നോക്കാം. മെയിൻ മെമ്മറി stores all programs and data that the CPU is currently using and data is lost when the computer is turned on. അതായത് നമ്മൾ ക്യാഷിൻ്റെ അകത്തോട്ട് ഇനി വരാൻ ചാൻസ് ഉള്ള ഡാറ്റാസ്, പിന്നെ നമ്മൾ പ്രൊസസ്സർ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഡാറ്റാസ്, ഇതൊക്കെ നമ്മുടെ മെയിൻ മെമ്മറിയിലാണ് വെക്കുന്നത്. അതുപോലെ ഡാറ്റ ഈസ് ലോസ്റ്റ് വെൻ ദി കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്. നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ കറണ്ട് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഓഫായി പോയെങ്കിൽ ഈ ഡാറ്റാസ് ലോസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഇത് ഒരു പെർമനൻറ്റ് സ്റ്റോറേജ് അല്ല മെയിൻ മെമ്മറി. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ മെമ്മറി. ഇനി നമുക്ക് സെക്കൻഡറി മെമ്മറി എന്നാണ് നോക്കാം. അടുത്തത് സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഡിവൈസ് ദാറ്റ് ക്യാൻ സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ പെർമനൻ്റ്ലി. നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി സ്പേസാണ് സെക്കൻഡറി മെമ്മറി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മാഗ്നറ്റിക് ഡിസ്ക്, അതുപോലെ മാഗ്നറ്റിക് ടേപ്സ്, ഒപ്റ്റിക്കൽ ഡിസ്ക്, ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾസ്. പിന്നെ
ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ മെമ്മറി സ്റ്റോറേജ് MB ഫോർമാറ്റിലായിരിക്കും. അതുപോലെ മെയിൻ മെമ്മറി റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 8 നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റാംസൊക്കെ ആ ഒരു ലെവലിലാണ് വരുന്നത്. അതുപോലെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ 100 to 1000 GB ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മറി ഹൈറാർക്കിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ. ഇനി നമുക്ക് ക്യാഷ് മെമ്മറിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. താങ്ക് യു.